തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ മൃതദേഹം ഇന്ന് കുടുംബത്തിന് വിട്ടുനൽകും. കല്ലറ തുറന്ന് പുറത്തെടുത്ത മൃതദേഹം ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. ഗോപന്റെ മരണകാരണം വ്യക്തമാക്കാൻ അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വരേണ്ടതുണ്ട്. വിഷ്ണു, എപ്പോഴാണ് ഈ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക? അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളുടെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഒരു മരണകാരണം എന്താവൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര ഈ ഗോപന്റെ മൃതദേഹം ഇന്നലെ തന്നെയാണ് രാവിലെ നേരത്തെ തന്നെ പൊളിച്ച് മൃതദേഹത്തിന്റെ ആ ഒരു കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തിയിരുന്നു. ആദ്യം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ വളരെ വേഗത്തിൽ നടത്തി. പോലീസ് വേഗത്തിൽ തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥരെല്ലാം അവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ഈ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചിരുന്നു. വലിയ പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ കല്ലറ പൊളിക്കാനുള്ള തീരുമാനം പൂർണ്ണമായതിനു ശേഷം അത്രത്തോളം പ്രതിഷേധം ഉയർന്നില്ല. കാരണം വീട്ടുകാരോട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് സബ് കളക്ടറും അതോടൊപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. കല്ലറ പൊളിച്ച് മൃതദേഹം പരിശോധിക്കാനുള്ള ഒരു അവസരമൊരുക്കി. അതിനുശേഷം ആദ്യഘട്ട പരിശോധനയിൽ തന്നെ ഒരു പ്രാഥമിക നിഗമനം ഇതൊരു സ്വാഭാവിക മരണം തന്നെയെന്നാണ്. അതായത് മരണശേഷം സമാധി ഇരുത്തിയതാകാം എന്നുള്ള സംശയമുണ്ട്. വീട്ടുകാർ പറയുന്ന മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെങ്കിലും അതിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണുന്നില്ല. ഏതായാലും ആദ്യഘട്ടത്തിൽ തന്നെ ഇത് അസ്വാഭാവിക മരണമല്ല എന്ന് ഒരു കണക്കുകൂട്ടലുണ്ട്. എന്നാലും അത് പൂർണ്ണമായി അത് ഉറപ്പിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. ശാസ്ത്രീയ പരിശോധനയുടെ വിവരങ്ങൾ, അതായത് ഫലം വന്നാൽ മാത്രമാണ് ഇതിലൊരു ഉറപ്പ് നൽകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ ഈ രാസപരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ആ പരിശോധനാ ഫലം ഇനി ഏകദേശം ഒരു 5 ദിവസത്തിനുള്ളിൽ മാത്രമാണ് ലഭിക്കുക. അതിനുശേഷമാണ് ഒരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുക. ഒരു വിശദീകരണം അതിലുണ്ടാകും. ഏതായാലും നിലവിൽ വിഷമുള്ളിൽ ചെന്ന് മരിച്ചതായുള്ള സൂചനകളില്ല. അതോടൊപ്പം ശരീരത്തിൽ മറ്റ് മുറിപ്പാടുകളോ ക്ഷതമോ ഏറ്റിട്ടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ മരണകാരണം കൂടി വ്യക്തമായതിനു ശേഷമായിരിക്കും ബാക്കി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് മരിച്ച ഗോവന്റെ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും. വൈകിട്ട് 3-ഓടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആതിര. വിഷ്ണു, അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നാട്ടുകാരടക്കം ഈ മരണത്തിൽ ദുരൂഹത പറയുന്ന ഒരു സാഹചര്യത്തിൽ അതിന് ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഈ മരണത്തിൽ ദുരൂഹത പറഞ്ഞിരുന്നു. ഈ സമാധി വളരെ വേഗത്തിൽ നടത്തി, അല്ലെങ്കിൽ മരണം നടത്തിയപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുറത്തുള്ളവരെ അറിയിച്ചിരുന്നില്ല. നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കളോ ഒന്നും അറിഞ്ഞില്ല. ഈ വീട്ടിനുള്ളിലെ അംഗങ്ങൾ മാത്രമാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത്. ഈ മരണത്തിൽ മകൻ മാത്രമാണ് ഇതിൽ മരണാനന്തര ക്രിയകൾക്ക് നേതൃത്വം വഹിച്ചത് നടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ദുരൂഹത ആരോപിച്ച് വാർഡ് കൗൺസിലറും നാട്ടുകാരും ഒക്കെ ഒന്നിച്ചാണ് നിന്നിരുന്നത്. ആ ഒരു ദുരൂഹതയിലാണ് പോലീസിന്റെ അന്വേഷണം ഉണ്ടായത്. ഏതായാലും ആദ്യഘട്ടത്തിൽ തന്നെ ഇത് മരണശേഷം സമാധി ഇരുത്തിയതാകാമെന്നുള്ള സാഹചര്യമുണ്ട്. പക്ഷേ കുടുംബാംഗങ്ങൾ അത് മൊഴിയിൽ നൽകാത്തത് കൊണ്ട് തന്നെ വളരെ ദുരൂഹത നിലനിന്നിരുന്നു. അതിനുശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായത്. അതിന് കളക്ടറുടെ ഉത്തരവുണ്ടായിരുന്നു. സബ് കളക്ടർ സ്ഥലത്തെത്തി കാര്യങ്ങൾ പരിശോധിച്ചു. എന്നാൽ ആദ്യഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നതുകൊണ്ടാണ് ഈ മൃതദേഹം പരിശോധിക്കാനായി സാധിക്കാതിരുന്നത്. പിന്നീട് കല്ലറ പൊളിച്ച് വേഗത്തിൽ തന്നെ പരിശോധന നടത്തി വീട്ടുകാരുടെ സമ്മതം വാങ്ങി മൃതദേഹം വിട്ടു നൽകിയാൽ സ്വീകരിക്കുമെന്ന് കുടുംബക്കാർ അറിയിച്ചിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും നടന്നിരുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ വലിയ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പോലീസ് അന്വേഷണം നടത്തി വരുന്നത്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇതിന് കൃത്യമായ ഒരു വിശദീകരണം ലഭിക്കുകയുള്ളൂ. മരണകാരണവും മരണസമയവും എല്ലാം വ്യക്തമായി അതിൽ അറിയാൻ സാധിക്കും. അതിനു പിന്നാലെയാണ് പോലീസ് ഇനി പുതിയ നടപടിയിലേക്ക് കടക്കുക. അതായത് കേസ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ള കാര്യത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാണ്. അതോടൊപ്പം തന്നെ ഈ കുടുംബം ഈ മരണകാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളിൽ പൊരുത്തക്കേടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് 2 മക്കളും പറയുന്ന കാര്യങ്ങൾ, രാജസേനനും സനന്ദനും 2 മക്കളും പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ചേർച്ചക്കുറവുണ്ട്. അതും പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ട് കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുന്ന കാര്യമുണ്ട്. ചോദ്യം ചെയ്യലായി ഉണ്ടാകാൻ സാധ്യതയില്ല. അവർക്കെതിരെ കാര്യമായി കേസെടുത്തിട്ടില്ല. കാണാതായി എന്നുള്ള കേസ് മാത്രമാണ്. അതായത് ഈ ഗോപനെ കാണാതായി എന്നുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് മൃതദേഹം പുറത്തെടുത്തതോടെ മരണവിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. DNA ഫലത്തിനായി ശരീരത്തിന്റെ സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. ഏതായാലും അതിന്റെ ഫലം കൂടി വരണം. ഏതായാലും കൃത്യമായ ഒരു നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും. അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇനി മുന്നോട്ടുള്ള നിയമ നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. അതിരാ.
തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ മൃതദേഹം ഇന്ന് കുടുംബത്തിന് വിട്ടു നൽകും. കല്ലറ തുറന്ന് പുറത്തെടുത്ത മൃതദേഹം ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. ഗോപന്റെ മരണകാരണം വ്യക്തമാക്കാൻ അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വരേണ്ടതുണ്ട്.